Watch full episodes on Jio Hotstar. നമ്മുടെ മിഷൻ പരീക്ഷിക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. വേഗം വെള്ളത്തിലേക്ക് കെമിക്കൽ കലർത്ത്. അത് കേട്ടോ സാബി പാട്ടൊക്കെ പാടിയാ സ്വിമ്മിങ് എൻജോയ് ചെയ്യുന്നേ. അല്ല അതെന്താ സാബിയുടെ പുറകെ എന്തോ വന്നിട്ട് അച്ചോ അത് ഷാർക്കാണ്. സ്വാമി സ്വാമി വേഗം കരയ്ക്ക് കയറ്, സാബിയുടെ പുറകെ ഷാർക്ക് വരുതേ. എന്റെ അമ്മ, ഇവിടെ എവിടെയാണ് ഷാർക്ക് ഉള്ളത്? എവിടെ ഇല്ലല്ലോ, എവിടെയും ഇല്ലല്ലോ. അയ്യോ, എന്റെ അമ്മ. ചിക്കു, രക്ഷിക്കു, എന്നെ വേഗം രക്ഷിക്കു. അയ്യോ, ഷാർക്ക് എന്നെ ബിരിയാണി ആക്കേ. എന്നെ തുണി കടിക്കരുത്. അയ്യോ, എന്റെ മഞ്ഞ കളർ തോർത്തു പോയേ. എന്റെ അമ്മ, ഷാർക്കിന്റെ പുറകിൽ തന്നെ വരുന്നേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അയ്യോ, ഈ കുടവയറ് കാരണം എനിക്ക് ഓടാനും പറ്റണില്ലേ. എന്നാ പിന്നെ ഇവിടെ ഒളിച്ചേക്കാം. ശിവ, കടലിലുള്ള ഷാർക്കുകളൊക്കെ ദേ കരയിലേക്ക് വന്നിരിക്കുന്നു. പോലീസിനെയും കൊണ്ടുവന്ന് രക്ഷിക്കണേ. എന്റെ അമ്മ. രവ, സാമിയങ്ങളുടെ ഫോൺ വന്നിരുന്നു. വളരെ വ്യത്യസ്തമായാണ് ശബ്ദം കേട്ടത്. കൂടാതെ ബീച്ച്, ഷാർക്ക് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ബീച്ചിലെത്താൻ കുറെ സമയം എടുക്കും. എന്നാലും നീ ഒന്ന് ചെക്ക് ചെയ്ത് പറയാൻ പറ്റോ ബീച്ചിൽ അവിടെ എന്താ സംഭവിക്കുന്നെന്ന്? ഓക്കേ ശിവ. ആദിയൂടി കരയില് ഷാർക്കുകൾ എത്തിയെന്ന് വാ, നമുക്ക് നോക്കാം. സ്വാമിയങ്ങളോട് ആരെങ്കിലും തമാശ പറഞ്ഞതായിരിക്കും. നഗരത്തിൽ എങ്ങനെയാ ഷാർക്കുകൾ വരുന്നത് പറ. ആദി, ദേ അത് കണ്ടോ? കരയില് ഷാർക്ക് ഉണ്ട്. ദേ അത് നമ്മുടെ നേർക്ക് വരുവാ. ശരിയാണല്ലോ. രണ്ടുപേരും ഭയങ്കര പേടിത്തൊട്ടികളാ. ഈ ചെറിയ കുഞ്ഞു ഷാർക്കിനാണ് ഇങ്ങനെ പേടിക്കുന്നത്. ഇതിപ്പോ എന്റെ കയ്യിലല്ലേ ഉള്ളത്, പിന്നെ ഇങ്ങനെ പേടിക്കുന്നത് പറ. ആ എന്റെ കുഞ്ഞ്, ഞാൻ നിന്റെ മമ്മിയൊന്നുമല്ല. എന്റെ പേര് ആദിന്നാ. മമ്മി ഷാർക്ക്, ഇതെന്റെ കുഞ്ഞു ഷാർക്ക്. എനിക്ക് വേണ്ട. പിടിച്ചോ. ഞാൻ വെറുതെ പറയാമായിരുന്നില്ലേ, അതിപ്പോ എന്നെ കൊന്നു തിന്നാന്. രക്ഷിക്കൂ ശിവ, ഒന്ന് ഓടി വായോ, എന്നെ രക്ഷിക്കാൻ. എന്നെ ഒന്ന് രക്ഷിക്കേ, ആരെങ്കിലും ഓടി വായോ. ശിവ, ഓടി വാ. പേടാറാം, നീ ആ വാർത്ത കേട്ടിരുന്നോ? എല്ലാരും ഞെട്ടിക്കുന്ന വാർത്ത. ഇപ്പൊ നമ്മുടെ നഗരത്തിൽ എല്ലായിടത്തും ഷാർക്ക് വന്നിരിക്കുന്നു. നീ പറഞ്ഞേ, എടോ ഷാർക്കിന് എങ്ങനെയാടോ കടലിൽ നിന്ന് കരയ്ക്ക് വരാൻ സാധിക്ക? അത് എപ്പോഴും വെള്ളത്തിലല്ലേ ഉണ്ടാവുക? പറ. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവന്മാരെന്തിനാ ഈ മണ്ടത്തരൊക്കെ വിശ്വസിക്കുന്ന? എടോ ഷാർക്കിന് എങ്ങനെ കരയ്ക്ക് വരാൻ കഴിയും? ഷാർക്ക് പുറകെ തന്നെയുണ്ട്. സത്യത്തെ ഷാർക്ക് ഉണ്ടെന്നേ. അതെ, നിങ്ങൾ എങ്ങോട്ടായി ഓടി പോണത്? ആരാണെന്ന് ചോദിച്ചില്ലേ? എടോ പേടാറാം, താൻ എന്തിനാ അവിടെ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്നേ? സാറൊന്ന് പുറകെ നോക്ക സാറേ. എന്തോന്ന് പുറകെ നോക്കാൻ? പുറകെ ഒന്നും കാണുന്നില്ലല്ലോ.
എന്നെ വിട്. വിടാനല്ലേ പറഞ്ഞത്? എന്റെ അമ്മോ, ഈ ഷാർക്ക് എന്നെ വിടുന്ന ലക്ഷണമില്ലല്ലോ. ഞാനിത് എങ്ങോട്ടാ ഓടി രക്ഷപ്പെടുക? ഷാർക്ക്, വേറെ ആരുടെയെങ്കിലും പുറകിൽ പോ. എന്നെ വിട്ടേക്ക്. അയ്യോ മുത്തശ്ശ, ദേ നോക്ക് ഷാർക്ക്. ഈ ഷാർക്ക് വെള്ളത്തിൽ നിന്നും എങ്ങനെ കരയിലെത്തി? ഞാൻ ഷാർക്ക് രാഗം പാടിയിട്ട് ഷാർക്കിനെ ഓടിക്കാം. മുത്തശ്ശ, ഇത് പാട്ട് പാടുന്ന സമയമല്ല, ഇവിടുന്ന് ഓടിപ്പോകേണ്ട സമയമാണ്. ഓടിക്കോ. ഭീം സിംഗ്, ഞാൻ ഷാർക്ക് രാഗം പാടാൻ പോവുകയാണ്, നീ ഓടിക്കോ. ഇതിന് ഷാർക്കിന്റെ പള്ളേ പോയാ മതിയായിരുന്നേ. കൊള്ളാലോ, സൂപ്പറായിട്ടുണ്ടല്ലോ മുത്തശ്ശ. നിങ്ങളുടെ പാട്ട് കേട്ട് വന്ന ഷാർക്ക് മുഴുവൻ കടലിൽ തന്നെ പോയി മുത്തശ്ശ. താങ്ക് യു മുത്തശ്ശ. വായോ, നമുക്കകത്തേക്ക് പോകാം. ഞാൻ വേറെ രാഗങ്ങൾ കേൾപ്പിക്കാം. യോ എന്റെ മുത്തശ്ശ, അത് മാത്രം ചെയ്തേക്കല്ലേ, ഞാൻ പോട്ട്. ശിവ, ആ സമയത്ത് നീ അവിടെ ഉണ്ടാകണമായിരുന്നു അറിയോ? കാരണം അന്നേരം നീ ആദിയുടെ ധൈര്യം ഒന്ന് കാണായിരുന്നു. മിടുക്കൻ. കളിയാക്കല്ലേ, നിങ്ങളും അവിടെ വടി പോലെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ പേടിക്കുന്നതും പേടിപ്പിക്കുന്നതും അല്ല പ്രധാന കാര്യം. ഷാർക്ക് എങ്ങനെ സിറ്റിയുടെ അകത്ത് വന്നെന്നാണ് ആലോചിക്കേണ്ടത്. ഷാർക്ക് അങ്ങനെ വെള്ളത്തിന് പുറത്ത് വന്നാലും അതിന് അത്രയും സമയം ജീവനോടെ ഇരിക്കാൻ കഴിയില്ല. ഇതിപ്പോ എങ്ങനെയാ സംഭവിക്കുന്നത്? അതിനേക്കാളും പ്രധാനം സിറ്റിയിൽ എങ്ങനെ ഷാർക്ക് വരാതെ തടയണമെന്ന് നോക്കേണ്ടതാണ്. ശിവ, എന്തുകൊണ്ട് നമുക്ക് ലഡു സിംഗ് സാറിനോട് ഈ കാര്യം പറഞ്ഞ കടപ്പുറത്ത് പബ്ലിക്കിനെ പോകാനായിട്ട് നിരോധിക്കാമല്ലോ? അത് കൂടാതെ കറണ്ട് അടിക്കുന്ന രീതിയിലുള്ള ഫെൻസിങ് അവിടെ പിടിപ്പിച്ചാൽ ജനങ്ങൾക്ക് അതൊരു രക്ഷയാകും. പിന്നെ ഷാർക്കുകളൊക്കെ കടലിലേക്ക് തിരിച്ചു പോകുമ്പോ ഫെൻസിങ് അവിടുന്ന് മാറ്റിയാ മതിയല്ലോ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഗ്രേറ്റ് ഐഡിയ രേവ. അതെ, ഇത് ശരിക്കും സൂപ്പർ ഐഡിയ ആണ്. വളരെ ശരിയാണ്. ഞാനും ഇത് തന്നെ ആലോചിച്ചോണ്ടിരുന്നത്. അതെ, ഞാൻ കരുതി ഇവിടെ വന്നിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ട് പോയേക്കാമെന്ന്. ഓക്കെ ലഡു സിംഗ് സാറേ, ഇപ്പൊ താഴോട്ട് ഇറങ്ങിയാളും നമ്മളെ പ്ലാൻ സക്സസ് ആക്കണം. അല്ല, ഇവരൊക്കെ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? നിങ്ങളിത് കണ്ടോ? നിങ്ങളുടെ എല്ലാരും സുരക്ഷയ്ക്ക് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് മുഴുവനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ വഴി കൂടെ ഷാർക്കിന് പുറത്തേക്ക് വരുന്നത് നടക്കാത്ത കാര്യമാണ്. ഇറ്റ് ഈസ് ഇംപോസിബിൾ. അത്ര വലിയ സുരക്ഷിതത്വം എന്താണത്? ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. അതായത് ഇതിന്റെ മീതെ കറണ്ട് പാസ്സാവുന്നുണ്ടോ ഇല്ലയോ? ഈ പേടകം എന്താണോ കാട്ടിക്കൂട്ടിക്കുന്ന? ഞാനിപ്പോ ഇതിന്റെ മീതെ കൈ വെക്കണോ വേണ്ടയോ? ഇല്ല, ഇതിന്റെ മീതെ കറണ്ട് ഇല്ലാട്ടോ. ഇതൊരു സാധാരണ ഫെൻസിംഗ് ആയി കാണാൻ പാടില്ല. ഇതിന്റെ മീതെ കറണ്ട് കണക്ഷൻ വെച്ചിട്ടുണ്ട്. ഷാർക്ക് ഇതിനൊന്ന് തൊട്ടാ മതി, അപ്പൊ തന്നെ ഷോക്ക് അടിക്കും. പക്ഷെ അതിനിവിടെ കറണ്ട് ഉണ്ടായിട്ട് വേണ്ടേ? പേടാറാം, ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യേ. വേഗം ഓൺ ചെയ്യാൻ. ഇപ്പൊ ഓൺ ചെയ്തിട്ടുണ്ട് സാറേ. ഫെൻസിന്റെ മീതെ കറണ്ട് ഉണ്ട്. സോറി സാറേ, സാർ എന്നോട് സ്വിച്ച് ഓൺ ചെയ്യാൻ പറഞ്ഞു, ഞാനത് ചെയ്യുകയും ചെയ്തു. ഞാൻ രക്ഷപ്പെട്ടല്ലോ. നിങ്ങളെല്ലാരും കണ്ടോ? ഫെൻസിംഗിലെ ഹൈ വോൾട്ടേജ് കറണ്ട് പാസ് ആവുന്നുണ്ട്. ആരെങ്കിലും അതിന്റെ അടുത്തൊന്ന് പോയാൽ അതോടെ അവരുടെ കഥ അങ്ങ് തീരും. ഇനി ഒരു ഷാർക്കിനും കരയ്ക്ക് കടക്കാൻ കഴിയില്ല. യെസ്. തന്റെ പരിശ്രമമൊക്കെ ഇപ്പൊ വെറുതെ ആയി പോയില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ബീച്ചിൽ മുഴുവൻ ലേസർ ഫെൻസിംഗ് ആണ് പിടിപ്പിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ഷാർക്ക് എങ്ങനെ നഗരത്തിൽ വരും? ക്യാപ്ര സാറേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഞാനെല്ലാം റെഡിയാക്കിയിട്ടുണ്ടല്ലോ.
ഷാർക്ക് കരയിൽ വന്നില്ലെങ്കിലും പ്രശ്നമല്ല. അതുങ്ങൾ പെട്ടെന്ന് തന്നെ വേറെ വഴി കണ്ടുപിടിക്കേണ്ടത് ചെയ്തിട്ടുണ്ട്. നഗരത്തിലുള്ള ഡ്രൈനേജിന്റെ വെള്ളം കടലിലല്ലേ വന്ന് ചേരുന്നത്, അതുപോലെ ഷാർക്കുകളും ഡ്രൈനേജ് വഴി കരയിലെത്തും. വെൽ ഡൺ സയന്റിസ്റ്റ്. താൻ ചെയ്യുന്ന ഓരോ എക്സ്പെരിമെന്റും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഷാർക്കുകൾ കരയിലും വെള്ളത്തിലും ജീവിക്കുവാനുള്ള രീതി താൻ ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു ഗാബ്ര സാറേ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ടാ. സാധാരണ ഷാർക്കുകൾ കരയിലെത്തിയാൽ കുറച്ച് സമയമല്ലേ കരയിൽ ഉണ്ടാവുള്ളൂ, തിരിച്ച് കടലിലേക്ക് പോകുന്നു. ഇനി അവൻ മുഴുവൻ സമയം കരയിൽ ഇരിക്കാൻ വേണ്ടി അതിനാവശ്യമുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ തുടങ്ങാൻ പോവുകയാണെന്നേ. ഷാർക്ക് കരയിൽ വരണമെന്നുണ്ടെങ്കിൽ ഷാർക്കിന്റെ പുറത്ത് ആരോ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടാവുന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ഇപ്പോഴും എനിക്ക് സത്യാവസ്ഥ എന്താണെന്നുള്ളത് പറയാനാവുന്നില്ല. ആരെങ്കിലും എനിക്ക് ആ കടൽ വെള്ളം കുറച്ച് കൊണ്ടുതരികയാണെങ്കിൽ രഹസ്യം എന്താണെന്ന് ഞാൻ ഉടൻ കണ്ടുപിടിച്ചേനെ. ഞാൻ പോയി വെള്ളം കൊണ്ടുവരാം സർ. നാളെ രാവിലെ ഞാൻ ആ വെള്ളം ഇവിടെ കൊടുത്തേക്കാം. ശിവ, നീ നല്ലോ ശ്രദ്ധിച്ചോളണം. നീ കരയ്ക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് വരെ ഈ ലേസർ ഫെൻസിംഗിൽ ഹൈ വോൾട്ടേജ് കറണ്ട് ഞങ്ങൾ ഓഫ് ചെയ്തിട്ടുണ്ടാവും. ശിവ വരുന്നുണ്ട്. ശിവ! ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. കടൽ വെള്ളത്തിലാരോ കാഠിന്യമേറിയ കെമിക്കൽ കലർത്തിരിക്കുകയാണ്. കെമിക്കലുള്ള ആ വെള്ളം കുടിച്ചതുകൊണ്ടാണ് ഷാർക്കുകൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. സർ, അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യുക? മുള്ളുകൊണ്ട് മുള്ളിനെ എടുക്കുന്ന പോലെ കെമിക്കലിനെ കെമിക്കൽ കൊണ്ട് മാത്രമേ ശരിയാക്കാൻ പറ്റൂ. ഈ കെമിക്കൽ കൊണ്ടുപോയി ആ കടൽവെള്ളത്തിൽ മുഴുവനും കലർത്തു. അപ്പോ ആദ്യം കടലിൽ വീണ കെമിക്കൽ നിർവീര്യമാവും. എന്നാൽ മാത്രമേ ഷാർക്കുകൾ കടലിന്റെ ആഴത്തിലേക്ക് തിരിച്ചു പോകൂ. ലഡ്ഡു സിംഗ് സർ, രേവ, ആദി, യുഡി, കേക്കു, നാളെ ഷാർക്ക് കടലിലെത്തിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. ആ മാമനെ മാമനെ പിടിച്ചോ പിടിച്ചോ. എന്നെ വന്ന് പിടിക്ക് പിടിക്ക്. അങ്ങനെ കറങ്ങി 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 കറങ്ങട്ടെ. എന്റെ തല ചുറ്റുന്നുണ്ടോ? വാ വാ വാ, എന്നെ ഒന്ന് പിടിക്ക്. മിടുക്കനല്ലേ? വരും 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 നോക്കാം.
വേഗം വരൂ ഫ്രണ്ട്സ്, വേഗാവട്ടെ. ആ കുട്ടിയെ കണ്ടോ സാറേ? അവൻ എന്താ ചെയ്യണമെന്ന് അറിയില്ല. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാന്നേ. All the best. ജീവ സൈക്കിള് പറപ്പിക്ക്. കാരണം ഏറ്റവും പുറകെ ഞാനാ ഉള്ളത്. അത് എന്നെ ആദ്യം വിഴുങ്ങുന്നേ. ശിവ ഒന്ന് വേഗാവട്ടെ, കാരണം യൂടി കഴിഞ്ഞ പിന്നെ ഞാൻ അത് എന്നെ പിടിക്കും. ഒന്ന് വേഗം പറപ്പിക്ക്. നമ്മൾ ഒന്നും കൂടി സമുദ്രത്തിന്റെ അടുത്ത് പോവേണ്ടതുണ്ട്. ഹിന പിടിക്കുരവാ. നമ്മൾ എങ്ങനെയെങ്കിലും കടലിന്റെ നടുക്ക് എത്തുമ്പോൾ തീർച്ചയായും നീ ഈ കെമിക്കൽ അതിന്റെ അകത്തേക്ക് ഒഴിച്ചാൽ മതി. ഓക്കേ ശിവ. കലക്കി ശിവ, നീയാണ് ശരിക്കും ഞങ്ങളെല്ലാരും രക്ഷപ്പെടുത്തിയത്. വാ 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 വാ. ഓഹോ, ആദ്യം ഫോട്ടോ ആയിക്കോട്ടെ. ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോ വേഗം എടുത്തോളൂ. നോ 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 നോ. നിർത്ത്. ഞങ്ങളുടെ എക്സ്പെരിമെന്റ് മുഴുവനും ഈ ചെറിയ ചെക്കൻ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു. എനിക്ക് എത്രമാത്രം കോടി രൂപയാ നഷ്ടമായതെന്ന് അറിയോ നിങ്ങൾക്ക്? ഞാൻ ആരെയും വെറുതെ വിടില്ല. ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യമാണ്. ജനങ്ങളുടെ ജീവനായിരിക്കും ഏറ്റവും അപകടം. ലഡു സിംഗ് സർ, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തോളൂ. ഇപ്പൊ തന്നെ പിടിച്ച് അകത്താക്കാ ശിവ. ഞാനൊരു സയന്റിസ്റ്റാ, എന്നെയും വെറുതെ വിട്ടില്ല. നിങ്ങൾ ഒരു സയന്റിസ്റ്റ് ആയിട്ട് പോലും ഞങ്ങൾ നിങ്ങളെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ അറിവ് നിങ്ങൾ തെറ്റായ രീതിയിൽ യൂസ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ശക്തിയും നോളജും ഒക്കെ ജനങ്ങൾക്ക് ഉപയോഗമാവുന്ന പോലെ യൂസ് ചെയ്യണം. യു ആർ റൈറ്റ് ശിവ, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാ. വി ആർ സോറി. ഇനി ആർക്കും ഒളിച്ചു നിൽക്കേണ്ട കാര്യമില്ല. അല്ല, ഷാർക്ക് എപ്പോഴും ഞാൻ കടലിനകത്താവല്ലോ താമസം. Watch India's largest kids library only on Jio Hotstar. Download the app now.